നമസ്കാരം. ഹൃദയപൂർവ്വം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക മേഡമാണ്. ഈ പ്രോഗ്രാമിലേക്ക് മേഡത്തിനെ സ്വാഗതം ചെയ്യുന്നു. മേഡം, ഈ സൂര്യ ഫെസ്റ്റിവലിൽ ഈ പ്രാവശ്യം നടന്ന എക്സിബിഷന് മേഡത്തിൻ്റെ ഒരു ചിത്രം വയ്ക്കുകയുണ്ടായി. ആ ചിത്രത്തിനെ കുറിച്ച് പറയാം. സൂര്യ ഫെസ്റ്റിവലിൽ നടന്ന എക്സിബിഷനിൽ പത്രം എന്നായിരുന്നു ഈ ഒരു എക്സിബിഷൻ്റെ തീം. അതായത് ഏതെങ്കിലും പത്രവാർത്തകളെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് അവയവദാനം, മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള അവയവദാനത്തിന് എന്നുള്ളൊരു തീമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ചെയ്തത് ഇതുമായിട്ട് നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ അവയവദാനം നടന്നത് 1996 ഒരു കുട്ടി മരിച്ച് 2 പേർക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്തതാണ് കേരളത്തിലെ ആദ്യത്തെ മസ്തിഷ്ക മരണശേഷമുള്ള അവയവദാനം. അപ്പോൾ ആ ന്യൂസ് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് കളക്ട് ചെയ്യും. അതിനുശേഷം ഈ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള, നമ്മളെല്ലാവരും പലപ്പോഴായിട്ട് ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുള്ളതായിട്ടുള്ള ന്യൂസുകളെല്ലാം കളക്ട് ചെയ്ത് ഒരു കൊളാഷ് ഉണ്ടാക്കി അതിൻ്റെ മേളിൽ ഒരു ചാർക്കോൾ ഡ്രോയിങ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പോൾ ഈ ചാർക്കോൾ ഡ്രോയിങ്ങിന് ഡോണർ ഈസ് ഗോഡ് എന്നാണ്, അതായത് ദാതാവ് ദൈവമാണ് എന്നാണ് ചാർക്കോൾ ഡ്രോയിങ്ങിന് ഞാൻ കൊടുത്തിട്ടുള്ള ഹെഡിങ്. അത് പറയാനുള്ള കാരണം എല്ലാവരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും, സിസ്റ്റീൻ ചാപ്പലിൻ്റെ മുകളിൽ റൂഫിൽ മൈക്കലാഞ്ചലോൻ്റെ ഒരു ഫേമസ് പെയിൻറ്റിംഗ് ഉണ്ട്. അതിനകത്ത് കാണിക്കുന്നത് മനുഷ്യൻ ഒരു സൈഡിലിരിക്കുന്നു, ദൈവം വന്ന് മനുഷ്യനെ തൊടുന്നു, 2 പേരും കൈ നീട്ടി 2 പേരും തൊടുന്ന ഒരു ഇതാണ്. അതിനകത്ത് മൈക്കലാഞ്ചലോ ഉദ്ദേശിച്ചത് ദൈവം തൊടുമ്പോൾ മനുഷ്യന് ജീവൻ കിട്ടുന്നു, അത് ക്രിയേഷൻ ഓഫ് മാൻ അല്ലെങ്കിൽ ക്രിയേഷൻ ഓഫ് ആഡം എന്നാണ് ഡ്രോ ചെയ്ത പേര്. അപ്പം അതിൽ നിന്ന് ഒരു ഉത്തേജനം ഉൾക്കൊണ്ട് ദൈവത്തിന് പകരം ഒരു ഡിസീസ്ഡ് ഡോണർ, അതായത് ഒരു മരണപ്പെട്ട ഒരു മനുഷ്യൻ ഒരു കിഡ്നി കയ്യിൽ കൊടുക്കുന്നതായിട്ടാണ്. വാങ്ങിക്കുന്ന മനുഷ്യൻ ഒരു ഡയാലിസിസ് മെഷീനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് ഒരു വൃക്ക സ്തംഭനം, അതായത് കിഡ്നി ഫെയിലർ ഉള്ള ഒരു മനുഷ്യന് ഒരു ദാതാവ് ഒരു കിഡ്നി കൊടുക്കുന്നു. അപ്പോൾ അത് ദൈവത്തിന് തുല്യമാണ്. ആ ചെയ്യുന്ന ആൾ ദൈവതുല്യനാകുന്നു. ജീവൻ കൊടുക്കുന്നതിന് ഇക്വലൻ്റ് ആണ് നമ്മളൊരു അവയവം കൊടുക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ പെൻസിൽ ഡ്രോയിങ്, അതായത് നമുക്ക് ഒരു ചിത്രം വരയ്ക്കുമ്പോൾ മാക്സിമം കളറുകൾ നമ്മൾ കൊടുത്താലാണ് അത് ആൾക്കാർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അവിടെ നിന്നും ഈ പെൻസിൽ ഡ്രോയിങ്ങിലൂടെ നമുക്ക് എങ്ങനെ ഈ തീം കൺവേ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ മേഡത്തിന് അതെങ്ങനെയാണ് മേഡത്തിനുണ്ടായത്? അതോ മേഡം ഓൾറെഡി ഈ പെൻസിൽ ഡ്രോയിങ് ചെയ്യാറുണ്ടോ? അതിൽ നിന്നാണോ മേഡത്തിന് ഈ ഒരു ഐഡിയ കിട്ടിയത്? സത്യം പറഞ്ഞാൽ പെൻസിൽ ഡ്രോയിങ് ഞാൻ കൂടുതൽ അക്രിലിക് പെയിൻറ്റിംഗ് ആണ് ചെയ്യാറുള്ളത്. അക്രിലിക് തന്നെ ചെയ്യണം എന്നായിരുന്നു മനസ്സിലെ ഉദ്ദേശം. പക്ഷേ സമയക്കുറവുകൊണ്ട് അക്രിലിക് ആകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം എടുക്കണം, പെയിൻറ്റ് ഉണങ്ങാൻ ബ്ലെൻഡ് ചെയ്യാനൊക്കെ കൂടുതൽ സമയം എടുക്കും. പെൻസിൽ ഡ്രോയിങ് അല്ലെങ്കിൽ ചാർക്കോൾ ഡ്രോയിങ് ആകുമ്പോൾ, ചാർക്കോൾ പെൻസിൽ ഒരു തരം പെൻസിലാണ്, അതൊരു കുറച്ചുകൂടി കടുപ്പേറിയ തരം പെൻസിലാണ്. അപ്പോൾ ചാർക്കോൾ പെൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 2 നിറങ്ങൾ കൊണ്ട് നമ്മൾ ഈ കൺസെപ്റ്റ് ഇത് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഈ പ്രത്യേകിച്ചും ഇതിനകത്ത് ആ പടത്തിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ കളറിൻ്റെ അത്ര ഒരുപക്ഷെ എടുപ്പ് കുറവാണെങ്കിലും ആ ഒരു കൺസെപ്റ്റ് നമുക്ക് അതുവഴി കൺവേ ചെയ്യാൻ പറ്റുമെന്നായിരുന്നു എനിക്ക് തോന്നിയത്. ഇപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ പെൻസിലിലോട്ട് മാറേണ്ടി വന്നത്. പക്ഷേ പെൻസിൽ ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മെസ്സേജിനകത്ത് ഒരു കുറവ് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൺവേ ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. ഇത് എത്ര നാളത്തെ ടൈം എടുത്തായിരുന്നു ഇങ്ങനെ ഒരു ചിത്രം വരച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ഡ്യൂറേഷൻ ഒക്കെ? നമ്മളൊരു ചിത്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 പാർട്ടുണ്ടല്ലോ. ഒന്ന് അതിൻ്റെ ഐഡിയ കൺസീവിങ്, 2 അതിൻ്റെ ആക്ച്വൽ എക്സിക്യൂഷൻ. ഈ ഐഡിയ ഒരു തലയ്ക്കുള്ളിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് ആഴ്ചകളായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതെങ്ങനെ വരയ്ക്കാം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് കുറച്ച് കാലമായിട്ട് അത് വെളിയിലോട്ട് അതിൻ്റെ ഒരു ഇതൊന്നും വരുന്നില്ലെങ്കിലും നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ കറങ്ങുന്നുണ്ടായിരുന്നു. ആക്ച്വൽ എക്സിക്യൂഷൻ വളരെ കുറച്ച് സമയം കൊണ്ട്, ഈ പറഞ്ഞ കൊണ്ട് സമയക്കുറവുകൊണ്ട്, പിന്നെ ഒരു യാത്രയൊക്കെ വരുന്നതുകൊണ്ട്, സമയമില്ലായിരുന്നുകൊണ്ടും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട്, സത്യം പറഞ്ഞാൽ 1 ദിവസം കൊണ്ടാണ് ആ ഡ്രോയിങ് ചെയ്ത് തീർത്തത്. പക്ഷേ ഐഡിയ കുറച്ച് ആഴ്ചകളായിട്ട് തന്നെ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടായിരുന്നു. ഈ മേഡം ഈ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ ആയതുകൊണ്ട് ആണോ മേഡം ഈ ഒരു അവയവദാനത്തിലേക്കുള്ള കൺസെപ്റ്റ് പോയത്? മേഡം ഓൾറെഡി നമ്മുടെ വർക്കിംഗ് കരിയറുമായി സെയിം നിൽക്കുന്നത് കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു മേഡത്തിന് പെട്ടെന്നുണ്ടായ ഒരു ആശയം അതിൽ നിന്നും ഉണ്ടായത്? കാരണം മേഡം ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പോൾ പീഡിയാട്രിക് നെഫ്രോയിലാണ്. അപ്പോൾ ഈ വൃക്കരോഗവുമായി ഏറ്റവും കൂടുതലായുള്ള കുട്ടികളെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡൊണേഷൻ എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളതിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു ആശയമായിരുന്നു ഇതോ? തീർച്ചയായും. കാരണം നമ്മൾ ഇങ്ങനൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ബോധവാന്മാരാകുന്നത്. ഇപ്പോൾ സാധാരണ ഡോക്ടർമാരുടെ ഇടയിൽ പോലും ഈ അവയവദാനത്തിനെ പറ്റിയുള്ള ഒരു അവബോധം വളരെ കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം.
നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ നിന്ന് ഈ അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗികളെ നമ്മൾ കാണുന്നു. ഇങ്ങനത്തെ രോഗികൾ ഒരു നമ്മുടെ ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ, അതായത് അവയവം കിട്ടാനുള്ള ലിസ്റ്റിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് താമസിച്ചാണ് ഇവർക്ക് അവയവം കിട്ടുന്നതെന്നും, അത് പലരും അവയവം കിട്ടുന്നതിന് മുമ്പ്, കിഡ്നിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോകുന്നു. അതുവരെ അവർ വളരെ കഷ്ടപ്പെടും. ഇതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നതാണ്. പിന്നെ ഇങ്ങനെ ഒരു പടം നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ ദൈവം ഏത് അവയവം വേണമെങ്കിലും ഇത് കൊടുക്കായിരുന്നു, വേണമെങ്കിൽ ഹൃദയം കൊടുക്കായിരുന്നു. പക്ഷെ നെഫ്രോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് കിഡ്നിയാക്കി മാറ്റിയത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും അതായിരുന്നു. കാരണം മേഡം വരച്ച മേഡത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ മേഡത്തിന് അത് ഏറ്റവും കൂടുതൽ അത് തന്നെ. അതെ, കിഡ്നി തന്നെ ഞാൻ ചൂസ് ചെയ്തത് ഡെഫിനറ്റ്ലി ഞാൻ നെഫ്രോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ്. ഓക്കെ 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 മേഡം, നമ്മുടെ SIT ഹോസ്പിറ്റലിലെ തന്നെ ഏറ്റവും എന്താ പറയുക, കുട്ടികൾക്ക് അത്യാവശ്യമുള്ള നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ ഈ തിരക്കുകൾ, കാരണം നമുക്കറിയാവുന്നതാണ്, ഏറ്റവും കൂടുതൽ തിരക്കുകളാണ്, ടെൻഷനാണ്, എപ്പോഴും വർക്ക് ലോഡഡാണ്, പ്രശ്നം എപ്പോൾ വേണമെങ്കിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനകത്ത് എപ്പോഴും എന്ത് വേണമെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പം നമ്മളൊരു അത്രയും ടെൻഷനിൽ നിൽക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ സ്ട്രെസ്സ് റിലീഫാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു ചിത്രം വരയ്ക്കുക, ആ ചിത്രത്തിലൂടെ ജനങ്ങൾക്ക് വളരെ നല്ല മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. നമുക്ക് പല രീതിയിൽ ഒരാളെ പഠിപ്പിക്കാം, പലതും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് പോയി ഒരു ഇൻ്റർവ്യൂ കൊടുക്കാം. പക്ഷെ അതൊന്നും എത്രത്തോളം എഫക്റ്റീവ് ആവണമെന്നില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായി ഒരു ചിത്രത്തിലൂടെ പറയാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും പറയാനായിട്ടുള്ള ഒരു സമയം അതെങ്ങനെ വേണം. കാരണം മേഡം സ്ഥിരമായി ഈ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരാളാണോ, അതോ മേഡം എന്താ പറയുക കുട്ടിക്കാലങ്ങളിൽ ഇങ്ങനെ വരയ്ക്കുന്ന ഒരാളായിരുന്നോ, അതോ പെട്ടെന്ന് അല്ലെങ്കിൽ മേഡത്തിന് കുറച്ച് നാളായി വരച്ച് തുടങ്ങിയതാണോ? എന്താണ് മേഡത്തിന്റെ ഈ കലാപരമായ ഇത്രയും നാളത്തെ ജേർണി എങ്ങനെയായിരുന്നു എന്നറിയാൻ ആഗ്രഹം. കലാപരമായ ജേർണി എന്ന് പറയുകയാണെങ്കിൽ കലാപരമായിട്ട് 2 കാര്യങ്ങളിലാണ് ഞാൻ ഇതുവരെ ഏർപ്പെട്ടിട്ടുള്ളത്. ഒന്നിപ്പോൾ ഈ ചിത്രം വരച്ചു, രണ്ടാമത് ഒരു പുസ്തകം എഴുതി. ഇത് രണ്ടും വായന, എഴുത്ത് അല്ലെങ്കിൽ ചിത്രം വരാന്നുള്ളത് കുട്ടിക്കാലം തൊട്ടേ വളരെ ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു, തീരെ ചെറിയ പ്രായം മുതൽ. പക്ഷെ നമ്മൾ കുറേ പഠിച്ച് ഒരു ലെവലെത്തി കഴിയുമ്പോൾ, ഒരു +2 ലെവലൊക്കെ കഴിയുമ്പോൾ നമ്മുടെ അക്കാഡമിക് പ്രഷേഴ്സ് കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് എൻട്രൻസ് എഴുതണം, അത് കഴിഞ്ഞ് MBBSന് ചേരുന്നു, അത് കഴിഞ്ഞ് അടുത്ത എൻട്രൻസ്, പിന്നെ അടുത്ത MD, പിന്നെ എൻട്രൻസ്, പിന്നെയും DM. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡോക്ടറുടെ ജീവിതം. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു നെഫ്രോളജിസ്റ്റൊക്കെ ആവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പോകുന്നത്. ഇതിനിടയിൽ പലപ്പോഴും നമ്മുടെ ബാക്കിയുള്ള ഇൻട്രസ്റ്റുകൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. എനിക്കും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 5-6 കൊല്ലമായിട്ട് ഏകദേശം കുടുംബപരമായും നമ്മൾ ജോലിപരമായും ഒക്കെ നമ്മൾ സെറ്റിൽഡായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കണ്ടിന്യൂസ് പഠിത്തം ഇത് കഴിഞ്ഞു, കുഞ്ഞ് കുറച്ച് വലുതായി, ആ ഒരു പ്രായമൊക്കെ എത്തിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് സമയമുള്ള പോലെ തോന്നും. പിന്നെ സമയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുന്നതും കൂടെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റുകൾ നമ്മുടെ മനസ്സിൽ മരിക്കാതെ ഇരിക്കുമ്പോൾ നമുക്കതിന് സമയം കണ്ടെത്തണമെന്നൊരു വിചാരം നമുക്ക് തോന്നും. പിന്നെ എനിക്ക് അല്ലെങ്കിലും തോന്നിയിട്ടുള്ളത്, നമുക്കെപ്പോഴും നമ്മുടെ ജോലി, നമ്മുടെ കുടുംബം, ഇതല്ലാതെ നമുക്കായി മാത്രം ഒരു ഇൻട്രസ്റ്റ് എപ്പോഴും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് എന്താ പറയുക, മീ ടൈം എന്നൊക്കെ നമ്മളിപ്പോൾ കുറച്ചുകൂടെ സ്റ്റൈലിഷായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അത് കാരണം നമുക്കൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാൻ സഹായിക്കും. നമ്മളെ വീട്ടിലെ സ്ട്രെസ്സിൽ നിന്നും, അല്ലെങ്കിൽ കുട്ടിയെ നോക്കുന്ന സ്ട്രെസ്, അതല്ലെങ്കിൽ നമ്മളെ ജോലിയുടെ സ്ട്രെസ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടേത് മാത്രമല്ല, നമുക്ക് അത്രയും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോബി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എഴുത്താവണോ വായനാവണമെന്നില്ല. ചിലർക്ക് അത് പാട്ടായിരിക്കാം, വേറെ ചിലർക്ക് സ്പോർട്സ് ആയിരിക്കാം, വേറെ ചിലർക്ക് നൃത്തമായിരിക്കാം, വേറെ ചിലർക്ക് ആസ്വാദനമായിരിക്കാം. ചിലപ്പോൾ ഒരു പുസ്തകങ്ങൾ വായിക്കുന്നതോ അല്ലെങ്കിൽ ഗാനങ്ങൾ കേൾക്കുന്നതോ നൃത്തം കാണുന്നതോ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് നമുക്ക് മാത്രമായി, നമ്മുടേത് മാത്രമായി എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഇൻട്രസ്റ്റ്, അതിൽ നമ്മൾ വലിയൊരു അഗ്രഗണ്യമൊന്നും ആവണമെന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ നോക്കുന്നൊരു കാര്യം. അങ്ങനെയാണ് എനിക്ക് ഈ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായിട്ട് ഇപ്പോൾ ഇടയ്ക്കെങ്കിലും ഒക്കെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. വളരെ റെഗുലറേ അല്ല, ഈ പറഞ്ഞ പോലെ സമയത്തിൻ്റെയൊക്കെ കുറവ് കാരണം വളരെ ഇറഗുലറായിട്ടാണെങ്കിലും, പക്ഷെ ആ ചെയ്യുന്ന സമയം വളരെ സന്തോഷം തരുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇത് വന്നത്. പിന്നെ അവനവന് സുഖത്തിനായി ആചരിക്കുന്നവ മറ്റുള്ളവനും നന്മയ്ക്ക് വരണം എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെയാണ് ഈ പെയിൻറ്റിങ്ങിൽ സംഭവിച്ചതെന്ന് മാത്രം. കാരണം ഇതിങ്ങനെ ഒരു തീം വന്നപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ സൊസൈറ്റിയിൽ ഈ അവയവദാനത്തിനെ പറ്റി ഒരു അവബോധം ഇല്ല, ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ലാത്തത് കൊണ്ടും കൂടെയാണ് ആരും ഇതിനും പുറപ്പെടാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ബാക്കി സ്റ്റേറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസവും അറിവുമുള്ള ആൾക്കാരുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരളം അവയവദാനത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ പുറകിലാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞെട്ടിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം ഒരു നെഫ്രോളജിസ്റ്റ് എന്ന രീതിയിലും ഒരു ഡോക്ടർ എന്ന രീതിയിലും അല്ല ഒരു സാധാരണ പൗരൻ എന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനൊരു ഇതായിട്ട് ഈ കല
ഉപയോഗപ്പെടുമെങ്കിൽ അത് വളരെ നല്ല കാര്യമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ശ്രമിച്ചത്. നമ്മുടെ അവയവദാനത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം നമുക്ക് ഈ ഇപ്പം മാഡത്തിന് പീഡിയാട്രിക്കിലാണെങ്കിലും കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ പ്രശ്നവുമായി വരുമ്പോൾ അവർക്ക് ഈ ഡൊണേഷൻ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും ഈ ഡോണേഴ്സ് വരുമ്പോൾ അവർക്ക് സമ്മതമല്ലാതായി അങ്ങനെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ടോ കുട്ടികൾക്ക് വന്നിട്ട്? അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് വളരെ വിഷമിക്കുന്ന രീതിയിൽ മാഡത്തിന് എപ്പോഴെങ്കിലും അങ്ങനെ ഫീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? അതായത് ഒരു ഡോണർ വരികയും പിന്നീട് അവർ വില്ലിങ് അല്ലാതായി പോവുകയും ചെയ്യുക, അങ്ങനെ നമുക്കവരെ ഒരു രീതിയിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് കുട്ടികളിൽ മാത്രമല്ല, വലിയ ആൾക്കാരിലും നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഞാനിപ്പോൾ ട്രെയിൻ ചെയ്തത് അഡൾട്ട് നെഫ്രോളജിയിലാണ്. അപ്പോൾ എല്ലാം കാണുന്നത് നമ്മൾ പലപ്പോഴും, അതായത് ചില ആൾക്കാർക്ക് ശരിക്കും ഡോണേഴ്സ് 2 രീതിയിലാണ് ഡൊണേഷൻ ഉള്ളത്. ഒന്ന് ലിവിങ് ഡോണർ, അതായത് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ചില അവയവങ്ങൾ കൊടുക്കാം. ഇപ്പോൾ 2 വൃക്കയുള്ളതുകൊണ്ട് ഒരു വൃക്ക കൊടുക്കാം, ലിവറിൻ്റെ ഒരു ഭാഗം എല്ലാം കൊടുക്കാം. അത് കൂടുതലും നമ്മുടെ ഉറ്റ ബന്ധുക്കൾക്കൊക്കെയാണ് നമ്മൾ സാധാരണ ഡൊണേഷൻ നടത്തുന്നത്. രണ്ടാമത് ഡിസീസ്ഡ് ഡോണർ, അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു ദാതാവിനെ നമ്മൾ വേറൊരു ഏത് അവയവങ്ങളെല്ലാം എടുക്കാം. 2 കിഡ്നി, ലിവർ, പിന്നെ ഒരുപാട് അവയവങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന, സ്കിന്ന്, അങ്ങനെ ഒത്തിരി, കണ്ണ്, അങ്ങനെ ഒരുപാട് അവയവങ്ങളുണ്ട്. ഇപ്പോൾ കൈ വരെ എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡൊണേഷൻ എല്ലാം ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ലിവിങ് ഡോണേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതാണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് ബന്ധുക്കൾ, ഒറ്റ ബന്ധുക്കളിലൊക്കെ ഡൊണേഷൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് തന്നെയാണ്. അവിടെ പോലും പല ആൾക്കാരും ചില സമയത്ത് വക്കിൽ വരെ കൊടുക്കാം എന്ന് പറഞ്ഞ് നിന്നിട്ട്, ചിലപ്പോൾ അപ്പൂപ്പനോ അമ്മൂമ്മയൊക്കെ ആയിരിക്കും, കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞ് നിന്നിട്ട് ലാസ്റ്റ് നിമിഷം പിൻവാങ്ങുകയും അങ്ങനെ പിന്നെ ഒരിക്കലും പിന്നെ അവർ മറ്റേ ലിസ്റ്റിൽ നിന്ന് ഒരിക്കലും കിഡ്നി കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്ത് കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന സംഭവങ്ങൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം നമുക്ക് തോന്നിയിട്ടുള്ളത് ഒരു റോബസ്റ്റ് ആയിട്ടുള്ള, ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസീസ് ഡോണർ പ്രോഗ്രാം, മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം ഡൊണേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മാത്രമല്ല, 40-45 വയസ്സായിട്ടുള്ള, അതായത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ള മനുഷ്യന്മാരാണ് ചില സമയത്ത് കിഡ്നി കിട്ടാത്തത് കൊണ്ട് കുറച്ചു കാലം ഡയാലിസിസിലിരുന്ന് പിന്നീട് മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവരെല്ലാം രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത അവർക്ക് ഉണ്ടായിരുന്നേനെ. ഈ മസ്തിഷ്ക മരണം സംഭവിക്കുന്നു, നമുക്കറിയാവുന്നതാണ്, ആക്സിഡൻറ്റിലോ എങ്ങനെയെങ്കിലും ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാൾക്ക് അയാൾ ഓൾറെഡി ഈ ഡോണർ ഫോം എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ തന്നിട്ടുള്ള ഒരാളുടെ ഡൊണേഷൻ നമുക്ക് എടുക്കാൻ പറ്റും? അതോ ആ സമയത്ത് ബന്ധുക്കൾ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ അടുത്ത അവകാശിയാണോ അത് തീരുമാനിക്കുന്നത്? അങ്ങനെ ഒരു ക്രൈറ്റീരിയ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തിട്ടുമുണ്ട്. കേസോട്ടോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷൻ. ആ സംഘടനയാണ്, അത് ഗവൺമെൻറ്റിൻ്റെ സംഘടനയാണ്. ആ സംഘടനയാണ് ഇതിൻ്റെ നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഈ ഡൊണേഷൻ, ട്രാൻസ്പ്ലാന്റേഷൻ, എല്ലാ കാര്യങ്ങളുടെയും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്. കേസോട്ടോൻ്റെ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അവിടെ നമ്മൾ ദാതാവായിട്ട് നമുക്ക് അത് സ്വീകാര്യമാണെന്ന് നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാം. അവിടെ ആധാർ നമ്പർ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഉറ്റ ബന്ധുവിൻ്റെ പേരും നമ്പറും കൂടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ആ ബന്ധുവിന് ഉടനെ തന്നെ മെസ്സേജ് കിട്ടും, അതായത് നമ്മളിങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ മോളുടെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ അവയവങ്ങൾ ഡൊണേറ്റ് ചെയ്യണം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻ കേസ് നമ്മളത് പറയുന്നില്ലെങ്കിൽ പോലും ഇത് ഇങ്ങനെ ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം നമുക്കൊരു അങ്ങനെ സംഭവിക്കുകയാണ്, ഒരു മസ്തിഷ്ക മരണം സംഭവിക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറ്റവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ എളുപ്പമാണ്. കാരണം നമ്മളങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് നിയമപരമായി നമ്മുടെ അവയവങ്ങൾ എടുക്കാൻ ഇപ്പം നിയമമില്ല. അപ്പോൾ പോലും ഉറ്റ ബന്ധുക്കൾ, അതായത് അച്ഛനമ്മമാരോ അല്ലെങ്കിൽ മക്കളോ സഹോദരി സഹോദരന്മാരോ ഭാര്യയോ ഭർത്താവോ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയും കൂടെ പെർമിഷൻ ഉണ്ടെങ്കിലേ ഇപ്പോഴും നമുക്ക് അവയവങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ഉറ്റരായ ഒരു മനുഷ്യൻ ICUവിൽ കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മിക്കവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടും കൂടെ ആയിരിക്കും പലരും ഇപ്പോഴും അവയവങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ ഒരു വിമുഖത കാണിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്യുകയും വീട്ടിലുള്ളവരോടെല്ലാം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നാൽ അവർക്കും ആ സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ അവയവങ്ങൾ എടുക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അവിടെ അപ്പോൾ
ഡിസിഷന്റെ ഒരു ആംഗിൾ മാറി. അവിടെ എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഒരാൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഐസിയു കിടക്കുന്ന എൻ്റെ ഭർത്താവിനെ അവയവം കൊടുക്കാൻ ഞാൻ സമ്മതിക്കണമെന്നാണ്. മറ്റേ പുള്ളി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ അവയവങ്ങൾ കൊടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിന് ഞാൻ കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ രണ്ട് മെന്റാലിറ്റിയുടെ ആംഗിൾ വ്യത്യാസമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അവയവദാനം കൂടാനും അത് എല്ലാവർക്കും അത് കിട്ടാനുള്ള സാധ്യത ഇവിടെ കൂടും. അതും എനിക്ക് തോന്നുന്നു അവയർനെസിന്റെ ഒരു കുറവ് കൊണ്ടായിരിക്കും. അതെ, നമ്മൾ ഈ അവയവദാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല. ഇപ്പം മസ്തിഷ്ക മരണം വന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും സംഭവിക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനം നിന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ബാക്കി എന്ത് പ്രവർത്തിച്ചാലും തലച്ചോറ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു മനുഷ്യന് ജീവിക്കാത്തതിന് ഈക്വലാണ്. അപ്പം മസ്തിഷ്ക മരണം വന്നു കഴിഞ്ഞാൽ അയാളുടെ ശ്വാസം നിന്നിരിക്കും. പിന്നെ അയാൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ശ്വസിക്കുന്നത്. പക്ഷേ ഹൃദയം പിന്നെയും അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതും പെർമനന്റ് ആയിട്ടൊന്നും അടിക്കില്ല. കുറച്ച് നേരത്തേക്കോ അല്ലെങ്കിൽ ദിവസങ്ങളിലേക്കോ ചിലപ്പം ഹൃദയമെടുപ്പ് നിലനിൽക്കാം. പക്ഷെ ശ്വാസം നിന്നിരിക്കും, കാരണം ബ്രെയിൻ എന്നുള്ള ഇതില്ല. അപ്പോൾ മസ്തിഷ്ക മരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളെ വെറുതെ ICUവിൽ ഇടുകയും വെന്റിലേറ്ററിൽ ഇടുകയും ബാക്കി മരുന്നുകളൊക്കെ ചെയ്ത് കുറച്ച് നേരം കൂടി അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളും കൂടി നമ്മൾ അങ്ങനെ ജീവിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും മസ്തിഷ്ക മരണം മരിച്ച ഒരാളെ നമുക്ക് തിരിച്ചു കിട്ടുന്നതല്ല. അപ്പോൾ ആ സമയം നമ്മൾ അയാളുടെ അവയവങ്ങൾ എടുക്കുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആർക്കും നഷ്ടപ്പെടാനില്ല. ആക്ച്വലി ആ ശരീരത്തിനോട് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ ആവശ്യമില്ലാതെ വെന്റിലേറ്ററിൽ ഇടുക, ആവശ്യമില്ലാതെ കുറേ മരുന്ന് കൊടുക്കുക എന്നുള്ള അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് ആക്ച്വലി അതിനകത്തുള്ള കാര്യം. നമ്മൾ ആ അവയവങ്ങൾ എടുത്ത് വേറെ കുറച്ച് പേർക്ക് കൊടുക്കുമ്പോൾ ഒരാളെ കൊണ്ട് 7 പേരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. കിഡ്നി, ലിവർ, ഹാർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പല അവയവം കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും അയാളുടെ ഒരു കണ്ടിന്യൂറ്റി, അയാളായിട്ടല്ലെങ്കിലും വേറൊരു ജീവനായിട്ടുള്ളൊരു കണ്ടിന്യൂറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ശരിക്കും അങ്ങനെ ആലോചിക്കുമ്പോൾ അതിൽ കൂടുതൽ ഒരു മഹത്തായ ഒരു കർമ്മം ശരിക്കും ആർക്കും ചെയ്യാനില്ല. ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് പോലെ അവയവദാനവും ഭയങ്കരമായ ആൾക്കാരിലേക്ക് വരേണ്ടത്. പണ്ട് ബ്ലഡ് ഡൊണേഷൻ എന്നൊക്കെ പറഞ്ഞ് ആദ്യ തുടക്കകാലങ്ങളിൽ വലിയ പേടിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പൊ ഇപ്പൊ അവിടെ നിന്ന് എല്ലാവരും ഡൊണേഷൻ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ എല്ലാവരും ഒരു ആവശ്യം വന്നാൽ എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ജനങ്ങളും, കാരണം നമ്മൾ ആരുടെയും ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടല്ല ചെയ്യുന്നത്. എന്തായാലും എന്താ പറയുന്ന പോയി കഴിഞ്ഞ ഒരാളെ നമ്മൾ വേറൊരു ജീവനിലോട്ട് കുറച്ചെങ്കിലും പകർന്നു കൊടുക്കുക എന്നുള്ളൊരു കർമ്മമാണ് ചെയ്യുന്നത്. പുതിയൊരു ജീവൻ നിലനിർത്താൻ സഹായിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇനി വേണത്തിന്റെ ഫാമിലിയിലേക്ക് ഒന്ന് നമുക്ക് തിരിച്ചു വരാം. ആ മേഡത്തിന്റെ ഈ ഒരു കലാപരമായ രീതി വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ ലഭിച്ചിട്ടുണ്ടോ മേഡത്തിന്റെ? അതേ ഇത് മേഡത്തിന്റെ? എൻ്റെ അമ്മ വരയ്ക്കും. അമ്മ ഈ പറഞ്ഞ പോലെ ഡോക്ടറാണ്. റിട്ടയർ ചെയ്തതിന് ശേഷമാണ് അമ്മ ഈ പറഞ്ഞ പോലെ കുഞ്ഞിലേ ഉള്ള ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ ആരും വരച്ചു തുടങ്ങുന്നതായിരിക്കില്ലായിരിക്കും. നമ്മുടെ ഉള്ളിൽ മുമ്പേ ഉണ്ടായ ഒരു വാസന നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അമ്മ റിട്ടയർമെൻറ്റിന് ശേഷം വരയ്ക്കുമ്പോൾ വളരെ നന്നായിട്ട് വരയ്ക്കും. മ്യൂറൽ പെയിൻറ്റിങ്ങും അക്രിലിക്കും എല്ലാ തരം പെയിൻറ്റിങ്ങുകളും അമ്മ നന്നായിട്ട് ചെയ്യും. അങ്ങനെയും പറയാം. പക്ഷെ അമ്മയ്ക്ക് ആ വാസന ഉണ്ടായിരുന്നെന്ന് എനിക്ക് പറഞ്ഞുകൂടായിരുന്നു. എനിക്ക് വാസന ഉണ്ടായിരുന്നെന്ന് അമ്മയ്ക്ക് പറഞ്ഞുകൂടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമ്മയും ഒരു 5-6 വർഷത്തിനകത്ത് റിട്ടയർമെന്റിന് ശേഷമാണ് വരച്ചു തുടങ്ങിയത്. എന്താ പറയാ, ജന്മവാസന എന്ന് പറയുന്നത് പോലെ നമ്മുടെ രക്തത്തിൽ തന്നെ കഴിവുകൾ ഇങ്ങനെ. മോൾക്കും വരയ്ക്കാനുള്ളൊരു വാസനയുണ്ട്. അത് ഞാനത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായിട്ട് പൊതുവെ ഡോക്ടേഴ്സിന്റെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിനകത്ത് തന്നെ പലപ്പോഴും സ്ട്രെസ് കാരണം ഡോക്ടേഴ്സ് സൂസൈഡ് ചെയ്യും എന്നൊക്കെ. അപ്പോൾ പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡോക്ടറിന് സ്ട്രെസ് വരിക, അപ്പം ഞങ്ങളും എന്നൊരു ചിന്ത പൊതുവെ ജനങ്ങൾക്കുണ്ടാവാറുണ്ട്. കാരണം ജനങ്ങൾ ചിന്തിക്കുന്നത് ഡോക്ടർ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല, അവർക്ക് എല്ലാത്തിനെ കുറിച്ചും അറിയാം, അപ്പം പിന്നെ അവർക്ക് എന്താ പ്രശ്നം എന്നൊരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കാറുണ്ട്. പക്ഷേ അവർക്കുണ്ടാകുന്ന ഇപ്പോൾ ഡോക്ടേഴ്സിനുണ്ടാകുന്ന വർക്ക് ലോഡ് അത്രയും വലിയ സ്ട്രെസ്സിൽ നിന്നും അവർ റിലീഫായി നിൽക്കണമെങ്കിൽ അവർ എന്തൊക്കെ ചെയ്യുന്നതായിരിക്കും? ഇപ്പോൾ മാഡത്തിന് ഓവർലോഡഡ് ആണ് വർക്ക്, നമുക്കറിയാം, നമ്മൾ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ മാഡത്തിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു എന്താ പറയുക ജോലിയുടെ ഒരു രീതിയും കാര്യങ്ങളും വെച്ചിട്ട് മാഡത്തിൻ്റെ കൂടെ ഉള്ളവരോട് മാഡത്തിന് എന്തായിരിക്കും പറയാനുള്ളത്? അവരുടെ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ അവർക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും? കാരണം പലരും ഈ പറഞ്ഞ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ളത് ചെയ്യാതിരിക്കുന്നത് ആരെങ്കിലും എന്ത് വിചാരിക്കും എന്നൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ മാഡത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ റിലീഫാണ്? ഒരു മിനിറ്റ് ഞാനൊന്ന് സ്വതന്ത്രം എല്ലാത്തിൽ നിന്നും ഫ്രീ ആയി എന്ന് അവർക്ക് സ്വന്തമായി ഫീൽ ചെയ്യണം. കാരണം അത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണല്ലോ ഏറ്റവും കൂടുതൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, എപ്പോഴും അതിൽ തന്നെ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. അത് മാഡത്തിന് എന്തായിരിക്കും അതിൽ മാഡത്തിൻ്റെ
പ്രൊസ്പെക്റ്റീവിൽ നിന്ന് പറയാനുള്ളത്? അല്ല, വിനു പറഞ്ഞ പോലെ ഡോക്ടർമാരുടെ ജോലി വളരെയധികം സ്ട്രെസ്, ഇപ്പോൾ പ്രത്യേകിച്ച് നെഫ്രോളജി ഒക്കെ പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾക്ക് വളരെയധികം സ്ട്രെസ്സുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ ആശുപത്രിയിലുള്ള സമയം മാത്രമല്ല, വീട്ടിലിരിക്കുമ്പോഴും പല കാര്യത്തിനും PGs വിളിക്കുകയും ഏതെങ്കിലും പേഷ്യൻ്റെ കണ്ടീഷൻ മോശമായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് ഫോണിൽ കൂടെ ആണെങ്കിലും അത് മാനേജ് ചെയ്യും ഒക്കെ ചെയ്യുന്നവർ. നമ്മൾ വീട്ടിൽ ചിലപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ഒക്കേഷനിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും കോൾ വരുന്നത്, നമ്മളതെല്ലാം അറ്റൻഡ് ചെയ്യുകയും ഇത് ചെയ്യും. ഇപ്പം നമുക്ക് ശരിക്കും കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ് ചെയ്യുന്ന ടൈം വളരെ കുറവാണ്. രാത്രി ഉറക്കത്തിലും ചില പല സമയത്തും ആശുപത്രിയിൽ നിന്ന് ഫോൺ വരും, നമ്മൾ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ പോലും നമുക്ക് കോൾ വരും. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ടൈം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ചും തോന്നിയിട്ടുള്ളത്, നമ്മൾ കുറച്ച് സമയമെങ്കിലും ഇതൊന്ന് മാറി കംപ്ലീറ്റ്ലി വേറെ ഒന്നും ആലോചിക്കാതെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രവൃത്തി, നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സോ അല്ലെങ്കിൽ വേറെ കലാപരമായിട്ടോ ചിലപ്പോൾ ആസ്വാദനമായിട്ടോ എന്തെങ്കിലും ഒരു കാര്യം നമ്മളത് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തെങ്കിലും നമ്മൾ വേറെ ടെൻഷനുകളും, കാരണം ഈ ചെയ്യുന്ന കാര്യം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കുമല്ലോ, നമുക്ക് അത്രയും നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമായിരിക്കും നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു കാര്യം ചിലപ്പോൾ ഇപ്പോൾ എനിക്കാണെങ്കിൽ ഭാഗ്യത്തിന് കുട്ടിയിലെ എനിക്ക് ഇതൊക്കെ ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഒരു കാര്യം ഒന്നും ഇല്ല എന്നങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും അവനവനോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമെങ്കിലും ഇല്ലാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ചിലർക്കത് കുക്കിംഗ് ആയിരിക്കും, പല ഡിഷസ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ആസാം എന്ന ഡോക്ടർ പല ഡിഷസ് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ ഒക്കെ പേരറിയാം. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ അറിയാം, അവിയൽ എന്നൊക്കെ പറയുന്നത്. ഞാൻ ചോദിച്ചു ഇതൊക്കെ എങ്ങനെ അറിയാം, അതെൻ്റെ ഹോബിയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഹോബി എല്ലാവർക്കും കാണും എന്നാണ് എനിക്ക്, അല്ലെങ്കിൽ ഒരു ഇഷ്ടം എല്ലാവർക്കും കാണും. അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയും പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലല്ലോ. നമ്മളിപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ഡാൻസ് കളിക്കുന്ന ആൾ എനിക്ക് ഇന്നാളെ പോലെ ഡാൻസ് കളിക്കണമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ കളിക്കുന്നത്, നമ്മുടെ സന്തോഷത്തിന് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനൊരു ഇഷ്ടം ഡെവലപ്പ് ചെയ്തെടുക്കുക, അതുമായി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക, കുറച്ചെങ്കിലും സമയം അതിന് കണ്ടെത്തുക, അതൊക്കെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ എക്സ്പീരിയൻസ്. ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിനും മേഡത്തിൻ്റെ ഈ തിരക്കുകൾക്കിടയിൽ നമുക്ക് വേണ്ടി അല്പസമയം തന്നതിനും വളരെയധികം നന്ദി. അതുപോലെ മേഡത്തിന് ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ നമുക്ക് വേണ്ടി, അതായത് ജനങ്ങളിലേക്ക് പുതിയ പുതിയ ആശയങ്ങൾ എത്തിക്കുകയും അതിലൂടെ ഹെൽത്ത് അവയർനെസ് കൊടുക്കാൻ പറ്റുകയും ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ മേഡത്തിന് വീണ്ടും അടുത്തൊരു പ്രോഗ്രാമിൽ നമുക്ക് കാണാം. ശരി, താങ്ക് യു, സന്തോഷം.